ടീച്ചറായിരുന്നു. ആ ജോലി രാജിവെച്ചാണ് സിത്താനി എന്ന് പറയുന്ന ഒരു ബാൻഡ് തുടങ്ങിയത്. ആളുടെ പേര് അനഘ എന്നാണ്. അനഘ ചേച്ചി ഒരു 4-5 മാസം കൊണ്ടാണ് ഈ സിത്താനി എന്ന് പറയുന്ന ബാൻഡ് ഇത്രയും ഹാർഡ് വർക്ക് കൊണ്ട് ഈ ലെവലിൽ എത്തിച്ചത്. അനഘ ചേച്ചി മാത്രമല്ല, അനഘ ചേച്ചിയുടെ കൂടെ സപ്പോർട്ടായിട്ട് അനഘ ചേച്ചിയുടെ ഫാമിലി ഉണ്ടായിരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അനഘ ചേച്ചിയുടെ കൂടെ അനഘ ചേച്ചിയുടെ അമ്മയും സ്വന്തം അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നുള്ളതാണ്. അതൊരു വലിയൊരു കയ്യടി നമുക്ക് അവർക്ക് കൊടുക്കണം. കാരണം ഒരാൾ ഒരു കോൺസെപ്റ്റ് പറയുക എന്നുള്ളതല്ല, അതിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോഴാണ് ഒരു വിജയം സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഫാമിലി ഇത്രയും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിൽ. പിന്നെ ഇവിടെ പാടിയ മറ്റ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാം. അനഘ ചേച്ചിയുടെ റൈറ്റ് ഇരിക്കുന്നത് നന്ദന. നന്ദന ഇപ്പോൾ MA ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം നന്ദനയുടെ ഇവിടെ ഈ പ്രോഗ്രാമിൽ കിട്ടിയത്. അതുപോലെ അനഘ ചേച്ചിയുടെ ലെഫ്റ്റ് ഇരിക്കുന്നത് അദീന. ഇതുപോലെ MAക്ക് പഠിക്കുകയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. അദീനയും നന്ദനയും ക്ലാസ്മേറ്റ്സ് ആണ്. അനഘ ചേച്ചിയുടെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എപ്പോഴും ഇവരുണ്ടാവും. കാരണം അനഘ ചേച്ചിനെ എപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്ന 2 വ്യക്തികൾ ഇവരാണ്, കൂടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന്. അപ്പോൾ അവർക്ക് വലിയ കയ്യടി കൊടുക്കണം. അതിന് നമുക്ക് ഇവിടെ പ്രത്യേകം പറയേണ്ട വേറെ വ്യക്തിയുണ്ട്, ചന്ദന ചേച്ചി. നമ്മുടെ ഗ്രൂപ്പിലോട്ട് ലേറ്റായിട്ട് വന്ന മെമ്പറാണ്, പക്ഷെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത വ്യക്തി കൂടിയാണ് ചന്ദന ചേച്ചി. അപ്പോൾ ചന്ദന ചേച്ചി ഒരുപാട് സന്തോഷം. ആള് RLV കോളേജിൽ MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദന ചേച്ചിയോട് ഉള്ളതിലും ഒരുപാട് സന്തോഷം. ആൻഡ് ബാക്കിൽ നമുക്ക് ഇന്ന് ബാക്കിൽ ഈ ഗ്രൂപ്പ് മൊത്തം ലീഡ് ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്, ശൈത്യ ചേച്ചി. ശൈത്യ ചേച്ചിക്ക് ഒരു വലിയ ഗൈഡ് കൊടുക്കണം. ശൈത്യ ചേച്ചിയുടെ വോയിസ് നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേൾക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശൈത്യ ചേച്ചി. ഒരു ടീച്ചറും കൂടിയാണ് ശൈത്യ ചേച്ചി. അപ്പോൾ ഒരുപാട് സന്തോഷം ശൈത്യ ചേച്ചി ഗ്രൂപ്പിലുള്ളതിൽ. ശൈത്യ ചേച്ചിയുടെ റൈറ്റ് ഇരിക്കുന്നത് നന്ദന. മറ്റൊരു നന്ദന നമ്മുടെ ഗ്രൂപ്പത്തെ നന്ദന ഇപ്പോൾ മൈക്രോബയോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്ദനയ്ക്ക് വലിയൊരു കയ്യടി. നന്ദനയുടെ റൈറ്റ് ഇരിക്കുന്നത് സ്വാതി. ഇപ്പോൾ BA പൂർത്തിയാക്കി മ്യൂസിക്കിൽ. അപ്പോൾ സ്വാതിക്ക് ശ്യാമിനെ പോലെ ഇരിക്കുന്നല്ലേ, ശ്യാമിനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി. ശ്യാമാണെന്ന് വിചാരിച്ചു നമ്മുടെ കീബോർഡിസ്റ്റ്. അതേ ആറ്റിറ്റ്യൂഡ്. ശ്യാമേ ഓക്കെ, വിഷയത്തിൽ തന്നെ മാറി. അപ്പോൾ സ്വാതി ചേച്ചിയുടെ റൈറ്റ് ഇരിക്കുന്നത് അഷികയ്ക്ക് വലിയൊരു കയ്യടി. അഷിക ഇപ്പോൾ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നല്ല സിംഗേഴ്സിനെ ഇവിടെ കിട്ടിയതിൽ. ആൻഡ് ഇന്നിവിടെ നമുക്ക് വേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നത്, മൃദംഗം വായിക്കുന്നത് ഡെനിൽ ഫ്രം ഫോർട്ട്. ഒട്ടുമിക്ക എല്ലാ വേദികളിലും ഡെനിൽ നമുക്ക് കാണാം. ഡെനിൽ മൃദംഗം, തബല, അതുപോലെ ഗഞ്ചിറ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റും ഡെനിൽ വായിക്കും. പോരാത്തതിന് നമ്മുടെ ബാലകൃഷ്ണ കമ്മത്ത് സാറിൻ്റെ ശിഷ്യനും കൂടിയാണ് ഡെനിൽ.